A+2 സ്വാഗതം. ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ട പല എപ്പിസോഡുകളും ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഏതെല്ലാം നിർമ്മാണങ്ങൾക്ക് വേണ്ട, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ആ ചോദ്യങ്ങളുടെയൊക്കെ കാതൽ. പൂർണ്ണമായും ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കതെല്ലാം മനസ്സിലാവും. ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലാണെങ്കിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസും മുനിസിപ്പാലിറ്റിയിൽ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസുമാണ്. KPBR എന്നും KMBR എന്നും ചുരുക്കപ്പേരിൽ പറയും. ഈ രണ്ട് സ്ഥാപനങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ബിൽഡിംഗ് റൂള് വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എപ്പിസോഡാണ്. ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെ ഏതെല്ലാം നിർമ്മാണ പ്രവർത്തികൾ നമുക്ക് സ്വന്തമായി ചെയ്യാം എന്നുള്ളതാണ്. അറിയേണ്ട എല്ലാം ഒന്നൊന്നായി ഞാൻ പറയുകയാണ്. പ്ലാന്റ് ഹൗസ് ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട, മീറ്റർ ഹൗസ് ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട, കുളിമുറി കക്കൂസ് ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട. ഇത് ഗ്രഹാവശ്യത്തിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ ഗ്രഹ ആവശ്യത്തിന് വേണ്ടി ഇന്ധനമോ വിറകോ കാർഷിക ഉപകരണങ്ങളോ പണിയായുധങ്ങളോ ജീർണാവശിഷ്ടങ്ങളോ സൂക്ഷിക്കുന്ന ഷെഡുകൾക്ക് വേണ്ടതില്ല, ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട. വിളകൾ നിരീക്ഷിക്കാൻ, ഏതെങ്കിലും കാർഷിക വിളകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട. 6ൽ കവിയാത്ത നായ്ക്കളെ സൂക്ഷിക്കുന്നതിനുള്ള ഷെഡുണ്ടെങ്കിൽ അതിന് ബിൽഡിംഗ് പെർമിറ്റ് വേണമെന്നില്ല. ഗ്രൂപ്പ് A1 ചില ഗ്രൂപ്പുകളുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് റൂളിൽ വേർതിരിച്ചിട്ടുള്ളത് പിന്നീടൊരു എപ്പിസോഡിൽ പറയാം. കെട്ടിടങ്ങളോട് അനുബന്ധിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾക്കൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇനി വിസ്തീർണം ഓപ്പൺ സ്പേസിൻ്റെ 15% പരിമിതപ്പെടുത്തണം. ഏതാണ് നേരത്തെ പറഞ്ഞ ഈ നായ്ക്കളെയൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഷെഡൊക്കെ നിർമ്മിക്കുമ്പോൾ ഇത്തരം നിർമ്മാണങ്ങൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ ഏത് നിർമ്മാണങ്ങളും ആ നിർമ്മാണങ്ങൾക്ക് ടോട്ടൽ വിസ്തീർണം നമുക്കുണ്ടല്ലോ, ആ വിസ്തീർണത്തിൻ്റെ ഓപ്പൺ സ്പേസിൽ 15% നമ്മൾ പരിമിതപ്പെടുത്തണം. അത് പ്രത്യേകിച്ച് ബിൽഡിംഗ് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. വിസ്തീർണത്തിൻ്റെ ഓപ്പൺ സ്പേസ് എത്രയാണോ അതിൻ്റെ 15% പരിമിതപ്പെടുത്തുകയും വേണം. ഇതിൻ്റെ ഉയരം 2.5 മീറ്റർ തന്നെ ആയിരിക്കുകയും അതിൽ പരിമിതപ്പെടുത്തി വെക്കുകയും വേണം. മാത്രമല്ല റോഡിൽ നിന്ന് ഒരു സിംഗിൾ ഫ്ലോർ ബിൽഡിങ്ങിന് ആവശ്യമായതിന് തുല്യം അകലം വിട്ടുവേണം ഈ നേരത്തെ പറഞ്ഞ ഏത് നിർമ്മാണങ്ങളും നടത്താനുള്ളത് എന്നുള്ളതാണ്. മറ്റ് കെട്ടിടങ്ങളിൽ നിന്നും അതിൻ്റെ അതിരിൽ നിന്നും 1 മീറ്ററെങ്കിലും ഡിസ്റ്റൻസും കീപ്പ് ചെയ്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാം ചെയ്യാനുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് തീർച്ചയായും ഏതൊക്കെ കെട്ടിടത്തിന് ഇതിൻ്റെ നിർമ്മാണം, കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ഷെഡുകളൊക്കെയാണ്, അതുകൊണ്ട് കെട്ടിടം എന്നുള്ള അസംഷൻ എടുക്കേണ്ട, ഈ നിർമ്മാണങ്ങൾ എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇനി മറ്റൊരു വിഭാഗം താൽക്കാലികമായി വെക്കുന്ന കുടിലുകൾ, ആ കുടിലുകൾക്കൊന്നും പെർമിറ്റ് വേണ്ടതില്ല. ഷെഡ് താൽക്കാലിക ഷെഡുകളാണ്, എല്ലാം ടെമ്പററി ഷെഡുകളാണ്, അതിന് വേണ്ടതില്ല. ഹോട്ട് മിക്സ് പ്ലാന്റുകൾക്കായാലും കോൺക്രീറ്റ് മിക്സ് പ്ലാന്റുകൾക്കായിരുന്നാലും അതിനൊന്നും തന്നെ പെർമിറ്റ് വേണ്ടതില്ല എന്നുള്ളതാണ്. താൽക്കാലിക കുടിലും ഷെഡൊക്കെ എന്ന് പറയും ചിലപ്പോൾ ഉത്സവത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഉണ്ടല്ലോ, പൊളിച്ചു മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള താൽക്കാലിക ഷെഡുകളെയാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇനി വേറൊന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ്, ജനൽ വെക്കുന്നതിന് ബിൽഡിംഗ് പെർമിറ്റ് പ്രകാരം ലോക്കൽ ബോഡിയിൽ നിന്ന് സാങ്ഷൻ വാങ്ങണോ? വേണ്ട. കതക് വെക്കുന്നതിന് വേണ്ട, വെൻറ്റിലേറ്റർ വെക്കുന്നതിന് വേണ്ട, വാതിൽ പിന്നെ ഇടച്ചുമരുകൾ എന്നിവ വെക്കുന്നതിന് വേണ്ട. ഈ നമുക്ക് ഉദ്യാനം എന്ന് പറയുമല്ലോ, ഉദ്യാനം എന്ന് പറഞ്ഞാൽ പാർക്ക് നമ്മളെ ഒരു പിന്നെ ചെടികളൊക്കെ നട്ട് വളർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് പെർമനൻ്റ് അല്ല, താൽക്കാലികമായിട്ടൊരു ഉദ്യാനം നമ്മൾ പെർമനൻ്റ് നേച്ചർ അല്ലാത്തത് നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊന്നും തന്നെ പെർമിഷൻ വേണ്ടതില്ല. അറ്റകുറ്റപ്പണി വീടിന് നടത്തുന്നതിന്, കെട്ടിടത്തിന് നടത്തുന്നതിന് പെർമിഷൻ വേണ്ട. ഇൻറ്റേർണൽ വർക്കിന് വേണ്ട. പ്ലോട്ടിന് പിന്നെ സ്ഥലം നമ്മൾ വീട് ഇരിക്കുന്നതിൻ്റെ പ്ലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്, നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലോട്ട് നമ്മൾ മാറ്റുകയാണ്, അതിന് പ്രത്യേക പെർമിഷൻ വേണ്ട. പ്ലോട്ട് മാറ്റുന്നതിന് വേണമെന്നില്ല. അതേപോലെ കോമ്പൗണ്ട് വാൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ റോഡിന് ഫ്രണ്ടിൽ വരുന്നെങ്കിൽ മാത്രമേ ആ കോമ്പൗണ്ട് വാളിന് സാങ്ഷൻ വാങ്ങേണ്ടതുള്ളൂ. മുൻവശത്തും പിൻവശത്തൊന്നും റോഡൊന്നും ഇല്ലാത്തതാണെങ്കിൽ അതിന് നിങ്ങൾ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാൻ പെർമിഷൻ പോകേണ്ട ഒരു കാര്യവുമില്ല. 50ൽ കവിയാത്ത
പിന്നെ ആട് വളർത്തുന്നതിനുള്ള പിന്നെ ഒരു ഷെഡ് നിങ്ങൾ നിർമ്മിക്കുന്നു, അതിന് വേണ്ടതില്ല. 1000-ൽ കവിയാത്ത പക്ഷികൾ വളർത്തുന്ന പൗൾട്രി ഫാം ഉണ്ടെങ്കിൽ അതിന് വേണ്ട, പക്ഷേ അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 20-ൽ കവിയാത്ത പശു, 50-ൽ കവിയാത്ത ആട്, 1000-ൽ കവിയാത്ത പക്ഷി, ഇവയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, പോൾട്രി ഫാമാണെങ്കിലും 1000-ൽ കവിയാത്ത പക്ഷികളെന്ന് പറഞ്ഞാൽ കോഴികളൊക്കെ വളർത്തുന്ന പോൾട്രി ഫാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ പെർമിഷൻ വേണ്ടതല്ല. പക്ഷേ അതിൻ്റെ ചുറ്റും 1.5 മീറ്റർ ഓപ്പൺ സ്പേസ് വേണം എന്നുള്ളതാണ്. പിന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാർക്കിംഗ് ഒരുപാട് ഇറക്ഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനൊന്നും വേണ്ട. ഇലക്ട്രിക് കാറുകളുടെ, വാഹനങ്ങളുടെ ചാർജിങ് സ്റ്റേഷന് സാങ്ഷൻ വാങ്ങേണ്ടതില്ല. ഇതൊക്കെയാണ് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം സ്റ്റിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇതാണ് ബിൽഡിംഗ് പെർമിറ്റ് വേണ്ടതില്ലാത്ത നിർമ്മാണങ്ങൾ എന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായി കെട്ടിടങ്ങൾ പണിയാം. ചില ആളുകൾ വാതിലും ജനലും ഒക്കെ മാറ്റുന്നതിനും വേണോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ കണ്ടു. അതുകൊണ്ടാണ് ഇത്രയും വിസ്താരമായി പറയുന്നത്. ബിൽഡിംഗ് റൂൾ സംബന്ധിച്ച് ഇനിയും ചില നല്ല വിവരങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതൊക്കെ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡിൽ ഉണ്ടാവും. ബിൽഡിംഗ് റൂൾസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. തീർച്ചയായും പല വിഷയങ്ങളും വരുന്നതുകൊണ്ട് ചിലപ്പോൾ ആ വിഷയങ്ങൾ അവതരിപ്പിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ ബിൽഡിംഗ് റൂൾസ് ഉൾപ്പെടെയുള്ള ലോക്കൽ ബോഡി ഇഷ്യൂസും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചാനൽ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.